കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറി കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലും അതീവ അപകടാവസ്ഥയിൽ. 60 വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഹോസ്റ്റലിൽ ഏറെ ഭീതിയോടെ കഴിയുകയാണ് 300ഓളം വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ചാണ്ടി ഉമ്മൻ MLA ഇന്ന് ഹോസ്റ്റൽ സന്ദർശിച്ചു. ഹോസ്റ്റലിൻ്റെ അപകടാവസ്ഥ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഗൗരവമായി എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 60 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. ഹോസ്റ്റലിനുള്ളിൽ ഭീതി പരത്തി ചെറിയ വൃക്ഷങ്ങൾ പോലും വളരുകയാണ്. 300-ലേറെ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിനുള്ളിൽ സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടി കഴിയുന്നത്. ഇവിടേക്കെത്താനുള്ള റോഡ് 5 വർഷമായി തകർന്നു കിടക്കുകയാണ്. വയറിംഗ് സംവിധാനങ്ങൾ തകർന്നു. ഏതു നിമിഷവും വിദ്യാർത്ഥികൾക്ക് ഷോക്കടിക്കാമെന്ന നിലയിലാണ്. ഇവിടുത്തെ ശുചിമുറികളിൽ പലതും തകർന്നു. അവശേഷിക്കുന്നവയ്ക്ക് ഓടാമ്പൽ പോലുമില്ല. അടുത്തിടെ ഫാനിളകി വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ വിഹാരരംഗം കൂടിയാണ് മെൻസ് ഹോസ്റ്റൽ. ഏറെ ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ ഇവിടെ കഴിയുന്നത്. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിന് ശേഷം വിദ്യാർത്ഥികൾ ക്ഷണിച്ചതനുസരിച്ചാണ് ചാണ്ടി ഉമ്മൻ MLA ഇന്ന് രാവിലെ ഹോസ്റ്റൽ സന്ദർശിച്ചത്. സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ കുറ്റപ്പെടുത്തി. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ് 2 ബിൽഡിംഗാണ്. ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഒരു മെയിൻ്റനൻസിനപ്പുറം ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിന്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഈ നാടിന്റെ വിദ്യാർത്ഥികളാണ്, സാധാരണക്കാരന്റെ മക്കളാന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും.